ഒരു മാസം ഇരുന്നാലും കേടൊന്നും വരില്ല. നേരെ സൂക്ഷിച്ച് വെച്ചാൽ മതി മാത്രമേ ഉള്ളൂ. നല്ലെണ്ണയിൽ ഉണ്ടാക്കണം, പ്രത്യേകം പറയുകയാണ്. അറിയില്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, ആർക്കെങ്കിലും പറഞ്ഞു തരാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പഴുത്ത മാങ്ങയുടെ ഒരു ഡിഷ് ഉണ്ടാക്കണത്, പഴുത്ത മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കണത്. നമുക്ക് അപ്പോൾ തുടങ്ങാം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങേനെ പഴുത്ത മാങ്ങയാണ്, ചെറിയ കുഞ്ഞൻ മാങ്ങയാണ്, പുളി മാങ്ങയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇത് വേവണം. ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് വരണം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ. പുതിയൊരു വർഷത്തിൻ്റെ തുടക്കം വരാൻ പോവുകയാണ്. അപ്പോൾ വരാൻ പോവല്ല, വന്നു, ഏകദേശം അടുത്തെത്തി. അപ്പോൾ എല്ലാവർക്കും സർവ്വ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കുക്കിങ്. അപ്പോൾ നമ്മുടെ മാങ്ങ വാവട്ടെ. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കണം. ചൂടുണ്ട്. നമ്മുടെ മാങ്ങ അങ്ങനെ കളർഫുള്ളായ എന്താ മണം, വിൽക്കാൻ പറ്റാത്തൊരു മണം, കൊതിപ്പിക്കുന്ന മണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കുഞ്ഞൻ മാങ്ങയാണ്, ചെറിയ മാങ്ങയാണ്. ഇതെല്ലാവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല. പുളി മാങ്ങ എന്നും പറയും. നമുക്ക് പ്രതി മാറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വേവണം. അത്രയും വേണമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടെ ഇതിന് പരിപാടിയുണ്ട്, അതും ചെയ്യാം. അപ്പോൾ വേവട്ടെ. ഇപ്പുറത്ത് വേവനുണ്ട്. നമ്മൾ അപ്പം ചട്ടി വെച്ചിട്ട് നമുക്ക് ഒരു വറവിടണം. സ്പെഷ്യൽ വറവാണ്, നോക്കാം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടിയാണ് മാറ്റി, വേറെ ചട്ടിയാണ്. കടുകിടാം. പൊട്ടട്ടെ. കടുകിട്ടു പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 ഉണക്കമുളക് പൊട്ടിടാം. 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. കറുവേപ്പില ഇടാം. ഇനി നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് കൊടുക്കാം. ഒന്നാണ്ട് വഴണ്ടി വരട്ടെ. കളറൊക്കെ മാറി നല്ലൊന്ന് വഴണ്ടി വരണം. ഉലുവ വേണമെങ്കിൽ ഇടാൻ, ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ഉലുവയും കടുകും കായും വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറുവേപ്പില എല്ലാം സെറ്റായി വന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഉണ്ടോ? പാകത്തിന് ഉപ്പിടുന്നുണ്ട്. നമുക്ക് നൽകി കൊടുക്കാം. അടിപൊളി ടേസ്റ്റിലുള്ളൊരു മാങ്ങയുടെ, പഴുത്ത മാങ്ങയുടെ അച്ചാറാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടുപ്പത്ത് വെച്ചാൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. ഇടയ്ക്ക് ഇളകി കൊടുക്കണം. പുതിയ കുട്ടികൾക്കാണ് പറയുന്നത്. നമുക്ക് മുളക് പൊടി ഇട്ട് നോക്കാം. പുതിയതായിട്ട് കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്കാണ് പ്രത്യേകം പറയുന്നത്. മുളക് പൊടി ഇട്ട് നല്ല നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല കളർഫുള്ളായി ഉണ്ടോ. എത്ര നമുക്ക് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അത്ര കൂട്ട് കുറയ്ക്കുക ചെയ്യാം. 2 സ്പൂൺ ഇഞ്ചി, 2 സ്പൂൺ മുളക്, 2 സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ പച്ചമുളക് 3 പച്ചമുളക്
പിന്നെ പാകത്തിലുള്ള എരിവ് ഇട്ട് കൊടുക്കാം, മുളക് പൊടി. അതിന് ശേഷം നമ്മുടെ ശർക്കര പറയും, അത് ഉരുക്കിയതാണ്. കുറച്ച് ഒരു 3 അച്ചുണ്ട്, ഇട്ട് കൊടുക്കാം. കുറച്ച് വേണം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സെറ്റായിട്ട് വരട്ടെ. നമ്മുടെ മധുരത്തിലുള്ളൊരു മധുരം, പുളിപ്പ്, എരിവ് എല്ലാം ഉള്ളൊരു പഴുത്ത മാങ്ങ അച്ചാർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. തിളക്കട്ടെ. അതിലത്തെ വെള്ളമൊക്കെ വറ്റിയായിരുന്നു മാങ്ങയിലത്തെ. മുളക് പൊടി കൂട്ടാൻ കുറയ്ക്കാനൊക്കെ നമ്മൾ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെയും പലഹാരങ്ങളുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അറിയുന്നവരുണ്ടാക്കി കഴിക്കുക, അറിയാത്തവർ നോക്കി വീഡിയോ നോക്കി ഉണ്ടാക്കി കഴിക്കണം, കഴിക്കാണ്ടിരിക്കരുത്. കുറച്ചുകൂടി മുളക് പൊടി ഇടുന്നുണ്ട്, ശരി ആയിക്കോട്ടെ. കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ കമ്മിയായി കിട്ടാൻ മതി എരിവ്. സ്കൂളൊക്കെ ലീവല്ലേ, ഇങ്ങനെ പഴുത്ത മാങ്ങ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും ലൈക്ക് ചെയ്യുക. ഉലുവ, കായം, കടുക് 3 പൊടിച്ച് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ചു സെറ്റായി വന്നു, നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഉലുവ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ കായം കട്ട കായാണ് ഞാൻ വറുത്ത് പൊടിച്ചെടുക്കുകയാണ്, ഇട്ട് കൊടുത്തു. ഇത്രേ പണിയുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചാർ സെറ്റായി വന്നു. നല്ല കളർഫുള്ളായ അച്ചാർ. ഒന്നും കൂടി ഇടാണ്ട് മറന്നുപോയി. നമുക്കതിന് സുർക്കയാണ്, വിനാഗിരി വിനാഗിരി എന്താ പറയുക അറിയില്ല, സുർക്ക അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണ്. ഒന്ന് തിളച്ച് വരട്ടെ. ഇത്രയും പണിയാണ്. അടിപൊളി ടേസ്റ്റായ നമ്മുടെ പഴുത്ത മാങ്ങ അച്ചാർ സെറ്റ്. ഉണ്ടാക്കി കഴിച്ചവർ പറയണം, കമൻറ്റിലൊക്കെ എഴുതിയിടുക, പറയുക. ശർക്കര അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാൻ തിളപ്പിച്ചിട്ട് 3 അച്ച് വലിയ വെച്ച് 3 അച്ച് ശർക്കര നല്ല തിളപ്പിച്ച് ആവശ്യമുള്ളത് പാവാക്കിയിട്ട് കല്ല് മണ്ണൊന്നും ഇല്ലാണ്ട് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സുർക്ക 1 കപ്പ്, ചെറിയൊരു കപ്പ് അത്ര സുർക്ക ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചുണ്ടാക്കാം. കുറച്ച് ഗ്രേവി ആവണം, കണ്ടാൽ വായിൽ വെള്ളം പൂർണ്ണമായുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. 5 മിനിറ്റ് തിളയ്ക്കണം, മാങ്ങ തിളച്ച് വേവിക്കണം ആദ്യം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് കൊണ്ടാടണം.